വിധി ശരിക്കും ഒരു ജനാധിപത്യ വിധിയല്ല, വിവേചനപരമായിട്ടുള്ള ഒരു വിധിയാണ് ശരിക്കും വന്നിരിക്കുന്നത്. ഇപ്പോൾ വന്ന വിധി ശരിക്കും വിവേചനപരമായിട്ടും ഒരു ജാതി വിവേചനം അതിനകത്ത് വളരെ കൃത്യമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ പറയാൻ പറ്റുന്നത്. ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു വിധിയേ അല്ല. ശരിക്കും ഈ കേസിൽ ഇങ്ങനെ ഒരു ശിക്ഷ വരേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ ഒരു വെടിവെപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു സംവിധാനമാണ്. ആദിവാസികൾ നേരിട്ട് അങ്ങനെ ഒരു അറ്റാക്ക് നടത്തിയ ഒരു സംവിധാനമായതല്ല ശരിക്കും. അതിലുപരി ജോഗി അണ്ണൻ ആ സ്പോട്ടിൽ ഗവൺമെൻറ്റിൻ്റെ പോലീസിൻ്റെ വെടികൊണ്ട് മരിച്ചതാണ് ശരിക്കും ജോഗി അണ്ണൻ. എന്നിട്ട് ജോഗി അണ്ണൻ്റെ കേസ് പോലും എടുത്തിട്ടില്ല, ഒരു FIR മാത്രമാണ് ഇട്ടിട്ടുള്ളത്. ആ ജോഗി അണ്ണൻ്റെ കുടുംബത്തിന് ഈ കാലത്രയായിട്ട് ഒരു നഷ്ടപരിഹാരമോ അങ്ങനത്തെ ഒരു കാര്യങ്ങളോ കേസോ അങ്ങനത്തതൊന്നും ചെയ്തിട്ടില്ല. അതുകൂടാതെ ഇപ്പോൾ 57 പേരുള്ള കേസിൻ്റെ വിധിയാണിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് തന്നെ 15ഓളം ആളുകൾ പോലീസിൻ്റെ മർദ്ദനവും ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏറ്റതിൻ്റെ ഭാഗമായിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 15ഓളം പേര്. അവരുടെ കാര്യത്തിൽ അവർക്ക് അത്തരം ആളുകൾക്കൊരു നഷ്ടപരിഹാരമോ ആ രീതിയിലുള്ള ഒരു കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ ആദിവാസികളോട് കാണിക്കുന്ന ഒരു വിവേചനപരമായിട്ടുള്ള ഒരു വിധിയായിട്ടാണ് ഇതിനെ പറയാൻ പറ്റുന്നത്. ഇതൊരു ജനാധിപത്യ വിധി എന്നുള്ള നിലയിൽ പറയാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഈ ആളുകളെ ശരിക്കും ശിക്ഷിക്കേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നിട്ടില്ല. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഒരു അറ്റാക്കിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയ ഒരു സംവിധാനമാണ്. ജനാധിപത്യപരമായിട്ട് നടത്തിയ ഒരു സമരത്തിന് അതിലൊരു ചർച്ച, ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും വന്നിട്ട് ഒരു ചർച്ച നടത്തിയിരുന്നെങ്കിൽ ഈ സമരം ഈ രീതിയിലേക്ക് പോകാത്ത രീതിയിൽ പരിഹരിച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നു. അപ്പോൾ മനഃപൂർവ്വം ഈ ആളുകളെ ഈ രീതിയിലേക്ക് ആക്കുന്നതിന് അന്നുണ്ടായിരുന്ന ഗവൺമെൻറ്റിന് നല്ല പങ്കുണ്ട്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും അതിൻ്റെ ഒരു ഉത്തരവാദിത്തം ചെയ്തു. അതുകൊണ്ട് ഇതിനകത്ത് ഇപ്പോൾ ഈ ബാക്കിയുള്ള ആളുകൾക്ക് എത്രയോ ആളുകളിപ്പോൾ ജയിലിലും മരണപ്പെടുകയൊക്കെ ചെയ്തു. ഇപ്പോൾ കേസിലല്ലാത്ത കുറേ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അവർക്കൊന്നും ഒരു നഷ്ടപരിഹാരമോ പരിഗണിക്കുകയോ അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ലല്ലോ ശരിക്കും. അപ്പോൾ ഇത് ശരിക്കും ആദിവാസികളോടുള്ള ഒരു വിവേചനപരമായിട്ടുള്ള വിധി തന്നെയാണ് വന്നിരിക്കുന്നത്. അതിന്ന് വ്യത്യസ്തമായ ഒരു വിധിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കോടതി സമീപിക്കും, ഞങ്ങൾ അപ്പീലിന് പോവും. അപ്പീലിന് പോകുന്ന കാര്യം എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യും. എന്തായാലും മേൽക്കോടതിയെ സമീപിക്കും. ഇത് ശരിക്കും ഇങ്ങനെ ഒരു വിധി വരേണ്ടതല്ല, മുഴുവൻ ആളുകളെയും വെറുതെ വിടേണ്ട കേസായിരുന്നു ശരിക്കും ഇത്. CBI സമീപിച്ചപ്പോൾ CBI നിർദ്ദേശം ഉണ്ടായിരുന്നല്ലോ, മനുഷ്യാവകാശ കമ്മീഷനോ അല്ലെങ്കിൽ അങ്ങനെ കോടതിയിൽ ഉണ്ടായിരുന്നല്ലോ, ജോഗിയുടെ മരണവും അന്വേഷിക്കണം എന്നുള്ളൊരു കാര്യം അന്ന് പറഞ്ഞിരുന്നല്ലേ. ഇപ്പോൾ ജോഗിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഹൈക്കോർട്ടിൽ ഒരു 6 വർഷക്കാലം കേസ് നടത്തിയിരുന്നു. എന്നിട്ട് ഹൈക്കോടതിയുടെ വിധി അവസാനം വന്ന് പറയുന്നത് മനുഷ്യാവകാശ കമ്മീഷനെ പോലെയുള്ള ഒരു ഏജൻറ്റിനെ നിങ്ങൾ സമീപിക്കണമെന്ന്. വേറെ ആരെങ്കിലും മരിച്ചാൽ അങ്ങനെ ഒരു വിധി വരുമായിരുന്നോ? ശരിക്കും ആദിവാസി ആയതുകൊണ്ടല്ലേ ആ രീതിയിൽ. ഒരു പട്ടി മരിച്ചാൽ പോലും കേസെടുക്കുന്ന കാലഘട്ടത്തിൽ പോലീസിൻ്റെ വെടികൊണ്ട് മരിച്ച ഒരാൾക്കെതിരെ കേസ് പോലും എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് ജാതി വിവേചനം അല്ലാതെ വേറെ എന്താണ് ഇതിന് പറയുക?